ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മാങ്ങ പിക്കിളാണ് ഉണ്ടാക്കുക. മാങ്ങ പിക്കിൾ എണ്ണമാങ്ങ ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കിലോ മാങ്ങയാണേ. ഇന്ന് വലിയ പുളിയുണ്ട്, വലിയ പാകം, നമ്മളെ സേലം മാങ്ങ. 2 കിലോ മാങ്ങ എടുത്ത് കഴുകി തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഈ മാങ്ങ മേല് കളഞ്ഞ്, ഇതിപ്പോൾ ഇത്ര നീളമുള്ള മാങ്ങയായത് 2ആയിട്ട് എടുക്കാം. ഞാൻ എടുത്തിട്ട് 2ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇച്ചിരി ദേശകട്ടിയുള്ള മാങ്ങ, എന്നിട്ട് അത്രയും കനത്തിലരിയണ്ട. ഇതുപോലെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഓക്കെ, നമ്മുടെ മാങ്ങയെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് റെഡിയാക്കാൻ തുടങ്ങാം. ഈസിയാണ്, പക്ഷെ ഇച്ചിരി ക്ഷമയോടുകൂടി ഇതൊന്ന് വറുത്തെടുക്കണം. അതെ, നമ്മുടെ മാങ്ങ അരിഞ്ഞതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചൂടാവട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഈ ചൂടായ പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തേ. ഇത് 2 കിലോ മാങ്ങയാണേ. ഞാൻ ഈ മാങ്ങയുടെ കണക്കാണ് പറയുന്നത്, മാങ്ങയുടെ അളവാണ് പറയുന്നത്, മാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഉലുവയും കടുകും എല്ലാം നല്ല വറുത്തെടുത്തിട്ടുണ്ടേ. ഇതാ ഈ പാത്രത്തിലോട്ട് വെക്കാം, മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് കിട്ടട്ടെ. ഇനി ഇതിനകത്ത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 30 ഗ്രാം കായമുണ്ട്. ഈ കായം ചെറുതായിട്ട് ചെത്തി ഇട്ടതാണ്, അല്ലെങ്കിൽ ഒരു കഷ്ണമായിട്ടിട്ട് കഴിഞ്ഞാൽ ഉള്ളു മൂക്കില്ല, പിന്നെ പൊടിക്കാൻ പാടായിരിക്കും. അല്ലെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. തീ ഒന്ന് കുറയ്ക്കാം. നമ്മുടെ കായമെല്ലാം നല്ല മൂത്ത് വന്നേ. ഇനി ഇതിനകത്ത് ഒരു 3-4 തണ്ട് കറിവേപ്പില, കറിവേപ്പില നല്ലതുപോലെ മുരിഞ്ഞ് വരണേ. തീ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുത്തോണ്ടിരിക്കണം, ഉള്ളിൽ വെക്കരുത്. എണ്ണമാങ്ങ പലരും പല രീതിയിലിടുന്നുണ്ട്. ഇത് ഞാനെടുത്ത രീതി ഇതുപോലെ. ഞാൻ കഴിഞ്ഞ വർഷം ഒരു മാങ്ങ ഇട്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. നല്ല മാങ്ങയായിരുന്നത്. അത് ഞാൻ ഇപ്പോഴാണ് തീർന്നത് എൻ്റെ കയ്യിൽ. ഞാൻ അത്രയും കൂട്ടി നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നതല്ല, പലർക്കും കൊടുക്കുമല്ലോ. മതിയേ, ഗ്യാസ് ഓഫാക്കാം. ഇതൊക്കെ ഒന്ന് തണുത്ത് കിട്ടട്ടെ.
ഇത് തണുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. തണുക്കട്ടെ. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാത്രം ചൂടാവട്ടെ. വേണ്ട ഉലുവയും കടുകും കായവും കൂടെ വറുത്ത് പൊടിച്ചില്ലേ, അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിന് എണ്ണയ്ക്ക് എത്രയൊന്നും കണക്കൊന്നുമില്ല. കുറച്ച് നല്ലെണ്ണയാണത്. നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നല്ല ചൂടായേ. ആ ചൂടായ എണ്ണയിലോട്ട് ഞാൻ തീ കുറച്ചു. ഇതിനകത്തുനിന്ന് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. തീ ഒന്ന് മീഡിയം തീയിട്ട് കൊടുക്കാം. ഒന്ന് തീയിടരുത്, കരിഞ്ഞു പോകും. കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ട് ക്ഷമയോടുകൂടി വറുത്തെടുക്കുക. അതാണ് ഇതിൻ്റെ പണി. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വലിയ പണിയായിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ളൊരു എണ്ണ മാങ്ങയാണേ. എത്ര വർഷം വേണമെങ്കിലും വെളിയിലിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ലേ, അത് ഫ്രിഡ്ജിലൊന്നുമല്ല വെച്ചത്, വെളിയിൽ തന്നെയാണ് ഇരുന്നത്. ഏകദേശം 1 വർഷമായി കഴിഞ്ഞത്. തീർന്നു ഇപ്പം അത്. ഇനി ഇതെല്ലാം ഒന്നൊന്ന് വറുത്തെടുക്കട്ടെ. നമ്മുടെ മാങ്ങയൊക്കെ നല്ല മൂട്ടെ ഇതുപോലെ വരികയാണേ. അല്ലെങ്കിൽ ഉള്ളിന് നനവുണ്ടെങ്കിൽ മാങ്ങ ചീത്തയാവും. ഇനി അതുപോലെ അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് ഇതുപോലെ അടന്ന് നമുക്ക് വറുത്തെടുക്കാം. നോക്കി നമ്മൾ രണ്ടാമതിട്ട മാങ്ങി റെഡി ആയിക്കിട്ടേ. ഞാൻ അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 3-4 പ്രാവശ്യത്തേക്ക് കൊണ്ടുപോകും. കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നേ. ഇനി 1-2 ട്രിപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഞാനൊന്ന് വറുത്തെടുക്കട്ടെ. നോക്കിയേ, നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് മാങ്ങി വറുത്തെടുത്ത്. ഞാൻ ഗ്യാസ് അണച്ചിട്ടില്ല. കാര്യം നമുക്ക് തോനെ എണ്ണ ഒഴിച്ചിട്ട് കുറേ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. പക്ഷെ നമുക്കത് ഉപയോഗം വരാതായിപ്പോൾ. അപ്പോൾ ഇത് ഈ എണ്ണ എന്തായാലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചൊഴിച്ച് വറുത്തെടുത്തേ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളായിരുന്നു. ഇനി ഇതിനകത്ത് ഇത് നോക്കിയേ, 2 വലിയ പൂണ്ട് വെളുത്തുള്ളി ചതച്ചേ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്താൽ മതി. അത് ഈ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ല വറുത്ത് കിട്ടണേ.
ഇത് തീരെ സിമ്മിലിട്ട് വറുത്തെടുത്താണേ. വേണ്ട നമ്മുടെ വെളുത്തുള്ളി കരി ചെയ്തത് നല്ല മുരിഞ്ഞ് കിട്ടിയണ്ട. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റാം. അത് ഈ മാങ്ങയില്ലേ, മാങ്ങയുടെ പുറത്തോട്ട് തന്നെ ഇട്ടേക്കാം. ഈ എണ്ണ ഇങ്ങോട്ട് മാറ്റി വെക്കാം. പാത്രം നിന്നിട്ട് വെക്കാം. തീ സിമ്മിൽ തന്നെ കിടക്കുവാണേ. ഇനി ഇതിനകത്ത് ഈ മാങ്ങയ്ക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങയ്ക്ക് വലിയ പുളിയില്ല, എന്നാലും പുളിയുണ്ട്. കൊടും പുളിയൊക്കെ പോലത്തെ പുളിയില്ലേ, അതില്ല. ഇനി ഈ ഉപ്പിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കേ. ഇത് പിരിയം മുളക് പൊടിയാണേ. ഒരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതെല്ലാം ഒന്ന് ഇളക്കാം. കാര്യം ഇത് 2 കിലോ മാങ്ങയില്ലേ, ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇടുവേ. ഒരു 8 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടോ. തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടാം. ഉപ്പ് ഇട്ട് ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഉപ്പിൽ എന്തെങ്കിലും ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പിക്കിള് വെളിയിരുന്നാൽ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ എത്ര നാൾ വേണോ, എത്ര കൊല്ലം വേണമെങ്കിലും ഇത് ഞാൻ ഇരുന്നോളൂ വെളിയിൽ. ഇതൊന്ന് മൂത്ത് വരണേ. ഇനി ഇതിനകത്ത് നമ്മൾ ഈ കറിവേപ്പില, കുരുമുളകല്ല കറിവേപ്പില, പിന്നെ കടുക്, ഉലുവ, കായം ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചില്ലേ, അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണേ. ചെറുതായിട്ടൊന്ന് നോക്കട്ടെ. നമുക്ക് ഈ പിക്കിളിടാൻ ഈ മാങ്ങ വറുത്തെടുക്കുന്ന ആ ടൈമാണ് എടുക്കുന്നത്, അല്ലാതെ ടൈം അധികമൊന്നും ഇതിന് വേണ്ട. പിന്നെ ഇതിന് വേണ്ടത്, ആദ്യം വേണ്ടത് ഒരു കുപ്പി അല്ലെങ്കിൽ ഭരണി. ഇത് റെഡിയാക്കി വെക്കുക, നല്ല ഉണക്കി വെക്കുക. വെള്ളമയം ഒട്ടും കാണാൻ പാടില്ല, ഈർപ്പം തട്ടേ ചെയ്യരുത്. നമ്മുടെ മുളക് പൊടിയെല്ലാം നല്ലതുപോലെ മൂത്തെടുത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഞാൻ ആ പൊടിച്ച് വെച്ച പൊടിയില്ലേ, അതിട്ട് കൊടുക്കണം. ഗ്യാസ് ഓഫാക്കിയിട്ടില്ലേ, ചെറിയ സിമ്മിൽ കിടക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി മാങ്ങയില്ലേ, അതിട്ട് കൊടുക്കുക. അത് കട്ടയൊക്കെ
എല്ലാം നല്ല ഉടച്ചിട്ട് കൊടുക്കണേ. ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ല മൂക്കണേ, അല്ലെങ്കിൽ ചീത്തയായി പോവും. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. കൈക്ക് പിടിയെടുക്കട്ടെ. നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫാക്കേ. ഓക്കെ, ഈ മാങ്ങയും ഈ പൊടിയും എല്ലാം കൂടെ ആയിട്ട് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ബാക്കി പൊടിയും കൂടെ നോക്കേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ച എടുത്ത എണ്ണയില്ലേ, ഈ മാങ്ങ വറുത്തെടുത്ത എണ്ണയില്ലേ, അത് കുറച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇത് മൊത്തം ഒഴിക്കേ. ഓക്കെ, കറക്റ്റ് പാകത്തിന് എണ്ണയായി. ഏകദേശം ഇത് നോക്കേ, ഇത് 1 ലിറ്റർ കുപ്പിയാണ്. ഈ കുപ്പിയുടെ ഇത്ര എണ്ണ ഒരു 250 ഗ്രാം, 250 ഗ്രാം അത്രേ പോയിട്ടുള്ളേ. കാര്യം 2 കിലോ മാങ്ങ ഉണ്ടായിരുന്നു. രസമൊന്നുമില്ല. ഇതിനിപ്പം തണുക്കാതെ നമുക്ക് അടച്ച് കുപ്പിയിലിട്ട് അടച്ച് വെക്കാൻ ഒക്കത്തില്ലേ. ഒന്ന് തണുത്ത് കിട്ടണേ. ഇത് ടേസ്റ്റാന്ന് അറിയാം. ഈ ഒരു കഷ്ണം മാങ്ങ മതി ചോറുണ്ണാനും കഞ്ഞി കുടിക്കാനും. നല്ല ടേസ്റ്റായി മാങ്ങ, ഇങ്ങനെ മാങ്ങയിടുമ്പോൾ. ഇനി ഇതൊന്നും തണുക്കട്ടെ. തണുത്തിട്ട് ഞാൻ ഗ്യാസിൽ നിന്ന് താഴ്ത്ത് ഇറക്കി വെക്കാം. ഇത് തണുത്ത് കിട്ടിയിട്ട് നമുക്ക് അവിടെ കുപ്പിയിൽ അടച്ചിട്ടില്ല. നമ്മുടെ എണ്ണ മാങ്ങ തണുത്തേ. ഞാൻ ഇതൊരു ബൗളിലോട്ട്, നല്ല ഉണങ്ങിയ ഇതായിരിക്കണേ, വെള്ളമയമില്ലാത്തൊരു ബൗളിലോട്ടിടാം. എനിക്ക് കുപ്പിയിലിട്ട് വെക്കാനാണ് ഇത്. ഒന്നും കൂടെ ചെറുതായിട്ട് തണുക്കാനുണ്ട്. ഓക്കെ, ഇത് ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അത്ര വലിയ കാര്യം, മാങ്ങ നല്ല വറുത്ത് കിട്ടണ്ടേ. അല്ല, ചിപ്സൊന്നും വറുക്കുന്ന കിട്ടത്തില്ല, എന്നാലും നല്ല വറുത്ത് കിട്ടണം, എങ്കിലേ കേടാകാതെ ഇരിക്കത്തുള്ളേ. അതുകൊണ്ട് വലിയ
ഭയങ്കര കട്ടിക്ക് വലിയ വലിയ കഷ്ണമാക്കി എടുത്തിട്ടില്ല, ഇച്ചിരി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയും ചെറുതുമായിട്ടില്ല, കാര്യം ഒന്നും മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ചട്ടി കളയരുത്, ഇതിനകത്ത് ചോറിട്ട് എന്നാൽ ഒരു വലം ചോറുണ്ണാം. ഇപ്പോൾ കണ്ടില്ലേ, ഇനി ഇതിനൊരു ജാറ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഒന്ന് തണുത്തിട്ട് വേണം ഇട്ട് വെക്കേ. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയൊരു എണ്ണമാങ്ങ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എണ്ണമാങ്ങ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം